നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുറുവ UP സ്കൂൾ 106-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി TK പ്രദീപൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം നടന്നു. രണ്ടാം ദിനത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇനിയും ഈ സമൂഹം മാഷിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അധ്യാപകരിലാണ്. കാരണം തലമുറകളെ വാർത്തെടുക്കുന്നത് അവരാണ്. അതുകൊണ്ട് ഔദ്യോഗികമായി സ്ഥാനത്ത് നിന്ന് വിരമിച്ചാലും ഹെഡ് മാസ്റ്ററായിട്ടും ഒക്കെ വിരമിച്ചാലും അനൗദ്യോഗികമായി തലമുറകളെ വളർത്തുന്ന പ്രക്രിയയിൽ മാഷ് പങ്കാളിയാവണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് മാഷുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ജനകീയ വിദ്യാഭ്യാസം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഔദ്യോഗികമല്ലെങ്കിൽ പോലും അനൗദ്യോഗികമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തുടർന്നും സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അനൗപചാരികമായി പോലും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം എന്നാണ് സമൂഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. വാർഡ് കൗൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ല BPC KC സുധീർ, അരുൺ C. കോറോത്ത് പ്രകാശൻ, VV വിജയൻ, C. അരുൺ, M. വേണുഗോപാലൻ മാസ്റ്റർ, മുഹമ്മദ് മാസ്റ്റർ, P. ഉത്തമൻ മാസ്റ്റർ, MT ജലജകുമാരി ടീച്ചർ, C. രാജീവൻ മാസ്റ്റർ, K. പവിത്രൻ, മമ്മുഞ്ഞി, ഹരിദാസൻ K. P. ജയലക്ഷ്മി ടീച്ചർ, പ്രദീപ് കുമാർ, K. മുകേഷ് മാസ്റ്റർ, T. ഹിളർ മാസ്റ്റർ, അജിത് P. മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. TK പ്രദീപൻ മാസ്റ്റർ യാത്രയയപ്പിനുള്ള മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. പാരീതിയിലെ അന്ന് വ്യക്തിഗത മാനേജ്മെന്റ് ആയിരുന്നു, പിന്നീടാണ് സൊസൈറ്റിയിൽ ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ വ്യക്തിഗത മാനേജ്മെന്റ് കാലം കഴിയുന്നവരെ സ്കൂളിന്റെ അവസ്ഥ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ക്ലാസ് റൂമുകളെല്ലാം. പക്ഷെ കുട്ടികളുണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ കയറുമ്പോൾ അന്ന് ബയോളജി ടീച്ചറായിരുന്നു 1-ാം ക്ലാസ്സിൽ. ബയോളജി ടീച്ചർ ഞാൻ വന്ന ഉടനെ മാഷ 1-ാം ക്ലാസ്സിൽ മാഷിക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബയോളജി ടീച്ചർ വേറെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ എനിക്ക് 1-ാം ക്ലാസ്സിലെ കുട്ടികളോട് തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും തുടിനാഥം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.